ആരാ വരുന്ന ഓടി വരുന്നോക്കറോ ചിരി ഓടി വന്നാടിന്ന് എനിക്കൊരു സാധനമുണ്ട്. ഇനിയിപ്പോ സന്തോഷം കൊണ്ട് തുള്ളി ചാടി. എന്താ പേര് യേശു എന്തെങ്കിലും എനക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല. ഞാൻ അടുക്കളയെല്ലാം വരും, ഞാനെല്ലാം എടുക്കും. ഈടെ പിന്നെ വരണമെന്നാ പറയുന്നത്, വരണ്ടെന്നാ പറയുന്നത്. കുറച്ച് ദിവസം കൂടെ ഇങ്ങോട്ട് അല്ല, അത് കടയിൽ കയറിയവിടെ അൻപി പറഞ്ഞ ഏമക്ക് എന്തെങ്കിലും മഞ്ച് മേടിക്കണം, ഇല്ലെങ്കിൽ ഏമ കുഴപ്പാക്കും അല്ലേ ആമി? അത് പറഞ്ഞാളാ സത്യം പറ. ഇവനോ വീഡിയോ കോൾ അവളുടെ വീട്ടിന്റെ അടുത്ത് എത്താനായി കേട്ടാ. എത്തി തോന്നല്ലോ. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെടുത്തൊക്കെ പോന്നാമി മേമേൻ്റെ വീട്ടിലേക്ക് പോക്കാന്ന്. നമ്മൾ കുറേ ദിവസമായി അങ്ങോട്ട് പോകണം എന്ന് വിചാരിക്കും. ഇതുവരെയായിട്ട് അങ്ങനെ വലിയ സംഭവം എന്ന് പറയുന്നില്ല, പക്ഷെ എന്നാലും ചെറിയ തിരക്ക് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വീടിൻ്റെ അത്യാവശ്യം പണിയും കാര്യങ്ങളിലും ഉള്ളതെല്ലാം ഏകദേശം കംപ്ലീറ്റ് ആയി. അതിന് ശേഷം സമാധാനത്തിൽ പോകാമെന്ന് വെച്ചിട്ടാണ് വെയിറ്റ് ചെയ്ത് നിന്നത്. അപ്പോൾ ഇന്നേതായാലും നമ്മൾ അങ്ങോട്ടേക്ക് പോക്കാന്ന്. അപ്പോൾ പോകുന്ന വഴിയിലെ ഭയങ്കരമായിട്ടുള്ള ഒന്നും ഉണ്ടാവില്ലെങ്കിലും ചെറിയ ചെറിയ സംഭവങ്ങളെല്ലാം കാണിച്ച് നമ്മൾ അവസാനം അവിടെ എത്തിയതിന് ശേഷം ഓളെ വീടും ഓളെ എന്നാ സംഭവം എന്നല്ല ആടെ എത്തിയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പം നമ്മളെല്ലാവരും കൂടി പോകാൻ നോക്കണം. എച്ചൂട്ടിന് ഇടുന്ന് പോകുമ്പം തന്നെ ഫുൾ കലിപ്പിലാണ്, കരയുന്നുണ്ട്. വേക്കുന്ന ഒരാൾ ചെരുപ്പെടുക്കുന്ന തിരക്കിലാണ്, ഭയങ്കര ഇതായിട്ട്. തിരക്ക്. ഇന്നലെ എല്ലാം വൃത്തിയാക്കുന്ന സമയത്ത് ചെരുപ്പെല്ലാം കൊണ്ടുപോയി കിണറിൻ്റെ സൈഡിലും ആടിയിടെല്ലാം കൊണ്ട് വെച്ചിന്. അപ്പോൾ അതെല്ലാം പരത്തി പിടിച്ചെടുത്ത് അമ്മ എല്ലാം റെഡിയായിപ്പോൾ സാരിയെല്ലാം എടുത്ത് ഫുൾ തിളങ്ങുന്ന പളവള സാരി കൊടുത്തിട്ട് ചേച്ചി. അപ്പോൾ പോയിക്കൂടെ നമുക്കെന്നാൽ മോനെ എച്ചൂട്ട ഇറങ്ങാം നമുക്ക്. ഏച്ചൂട്ടിൻ്റെ ചിരി വന്ന് ഒമ്പം വെയിൽ കേട്ടോ. 2 ദിവസം ഒന്ന് മഴയെല്ലാം മാറുമ്പോഴത്തേക്ക് വെയിലായി. നമ്മൾ പിന്നെ എല്ലാവരും കുറ്റാന്നല്ലോ പറയൂ. മഴ പെയ്താൽ അയ്യോ ഒടുക്കത്തെ മഴ, വെയിൽ വന്നാൽ ചൂടെടുത്തിട്ടാകുന്നില്ല, അതൊരു ശീലമായിപ്പോയി. പക്ഷെ എന്നാലും മഴയുടെ ഇടയ്ക്കുള്ള ഈ വെയിലിന് പോലും ചൂടാണ് ഈ ഏരിയയിലെ. നിങ്ങളെ ആടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇവിടെ നല്ല എല്ലാവരും പറയുന്നുണ്ടത്. വെയിലെല്ലാവരും ഒരാഴ്ച കിട്ടിയിട്ടുണ്ടെങ്കിൽ, പക്ഷെ ഇതൊരു വല്ലാത്തൊരു വെയിലും ചൂടുമായിപ്പോയി. അപ്പൊ എന്തായാലും നമ്മളിവിടുന്ന് ഇറങ്ങട്ടെ. ഡ്രൈവർ വണ്ടി എടുക്കും. ഓ ശരി മാഡം. നമ്മളിതാ പോയിക്കൊണ്ടിരിക്കില്ല. ഇനി 1 മണിക്കൂറുണ്ട് കേട്ടോ യാത്ര. കുറച്ച് ദൂരം ഉള്ളതുകൊണ്ട് എന്തൊക്കെ പറഞ്ഞ ഇത്ര നേരം ഇതിനകത്ത് പാട്ട് അൻവീൻ്റെ പാട്ട് പഠിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് മര്യാദക്ക് പാട്ട് കേട്ടുകൊണ്ട് പോകുന്ന ഞാനാണ്. കൊണ്ടുപോയിട്ട് ഐ ലവ് യു മമ്മി എന്നെല്ലാം പറഞ്ഞിട്ടുള്ള ഒരു പാട്ടും അത് കേട്ട് ഞാൻ പഠിച്ച്. എനിക്ക് അൻവി പഠിച്ചില്ല. ഇപ്പൊ അന്ന് ഓഫാക്കിയ ഒരു സമാധാനം. ഒരു ഐസ്ക്രീം മേടിച്ചിട്ട് അച്ഛനും മോനും തിന്നതാ. അൻവിയോട് പറയും ഫുള്ള് തിന്നാൽ ഇപ്പൊന്നും തീരൂല, അതുകൊണ്ട് അച്ഛൻ സഹായിച്ചു തരാത്. എൻ്റെ അച്ഛൻ സഹായിച്ച് കൊടുക്കുക ഐസ്ക്രീം വന്നാൽ. ഞാൻ 2 സ്പൂൺ അല്ലാണ്ട് ഇന്ന് പോക്കുണ്ടാവില്ല. ഒരു കോലുമുട്ടായി മേടിക്കാം അല്ലേ നമുക്ക് രേഷ്മക്ക് കൊടുക്കാനായിട്ടുള്ള ഒരു. അവിടെ ഇപ്പം രേഷ്മയുള്ളതുകൊണ്ട് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു കോലുമുട്ടായി ഒരു കുഞ്ഞു കുട്ടികളല്ലേ ആടാ. അത് വന്ന് മോനെ ഏമക്കെന്നാ മേടിക്കണ്ടേ അടക്ക്. ഏമക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം പറഞ്ഞട്ടെ. ഇത് എന്നാ പിന്നെ അത് ഏതായാലും മേടിച്ചേക്കാം. നമുക്ക് കോലുമുട്ടായി മേടിച്ചു കൊടുക്കണ്ടേ, അല്ലെങ്കിൽ എന്നാ എന്നാ മേടിച്ചു കൊടുക്കണ്ടേ? നമുക്കൊരു മഞ്ച് മേടിക്കാം അല്ലേ? ഒരു മഞ്ച് മേടിച്ചു കൊടുക്കാം അല്ലേ നമുക്ക്? ഇത് ഇത് മേടിക്കാം. ഇത് ആടത്തെ കുഞ്ഞു കുട്ടിക്ക് കേട്ടോ, അൻവിക്കല്ല, ആടെ നമ്മൾ പോകുന്ന വീട്ടിലെ കുട്ടിക്കുള്ള. ഹലോ ഹലോ ഇല്ല വരുന്നില്ല. അപ്പൊ ചോറും കറിയൊന്നും ഉണ്ടാവില്ല എന്നാ തോന്നല്. ഈശ്വര എത്താൻ ഇനി ഒരു അരമണിക്കൂർ മാക്സിമം അതിലടക്കം എത്തും. എന്തെങ്കിലും കറി എന്തെങ്കിലും ഉണ്ടോ, അല്ലെ മീനെങ്ങാ മേടിക്കണോ? പുളിശ്ശേരിയാണ് ഇരുന്ന് നീ തിന്നോ, എനക്ക് വേണ്ട. വീഡിയോ കോൾ അവളുടെ വീട്ടിന്റെ അടുത്ത് എത്താനായി കേട്ടാ. എത്തി തോന്നല്ലോ.
ആ ഇനി കണ്ടാ തിരിയും വീട്. എനിക്ക് ഇറക്കിയില്ലേ എനിക്ക് ഇരിയണോ ഇവിടുന്ന് എങ്ങോട്ടാടാ ഈ ബഗിഡിന്റെ വാർത്താനം കേട്ടോ അതിന് തിരിയൊന്നുമില്ല നീ പറഞ്ഞാട്ടെ ഇതാ വീടിയുള്ള ഈ മറ്റേ ആരാ വരുന്ന ഓടി വരുന്ന കുറവ് ചിരി ദൂരം വന്ന് അച്ഛൻ മടത്തില് വെച്ചു ഇവള് പിന്നെ ഓടി വന്നാടിന്ന് എനിക്കൊരു സാധനമുണ്ട് ഇനിയിപ്പോ സന്തോഷം കൊണ്ട് തുള്ളി ചാടി ഇന്നിനിപ്പോ സന്തോഷായിരിക്കുമല്ലേ നീ ആ ബത്തക്ക കിട്ടി നോക്കുമ്പോ ബത്തക്ക കുപ്പ ഇത് തേച്ചെന്നറിയാ ബത്തക്കല്ലേ ചേട്ടാ വീട്ടിനെ നമ്മളപ്പുറത്തെ വീട്ടിൽ പോയില്ലേ എന്ത് വാങ്ങിയാ വാവ് മാങ്ങ അല്ല അത് കടയിൽ കയറിയോടെ അൻപി പറഞ്ഞ ഏമക്ക് എന്തെങ്കിലും മഞ്ച് മേടിക്കണം ഇല്ലെങ്കിൽ ഏമ കുഴപ്പാക്കും അല്ലേ ആമി അത് പറഞ്ഞാളാ സത്യം പറ ഇവൻ പറഞ്ഞാണ് +2 ഉന്നത വിജയം നേടിയ അമ്മേ എനക്ക് വയ്യ രേഷ്മയ്ക്ക് അനുമോദനം. ഇവളൊരു പഠിപ്പിയനടാ ഞാൻ അറിയാതെ പോയി. ഇവളെ ഏട്ടാ ഏട്ടാ എടാ ഇതെന്തിനാ SLC എത്രയാന്ന് 210 മാർക്കാ. അതങ്ങനെ വലിയ കേടൊന്നല്ല. അത് സാറല്ല ആ കേടില്ല വാങ്ങാൻ കഴിഞ്ഞാൽ ഈ പൊട്ടത്തി അങ്ങനെ കൊണ്ടുപോയിട്ട് പെരക്കണ്ടേ കുറേശ്ശെ മുളക് പൊടി പെരക്ക ലാസ്റ്റ് ഇപ്പൊ അതങ്ങനെ ചെരിയും. കുറച്ചിട്ടാ ഇത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഇതിപ്പോ ഇത് കഴിക്കാൻ പറ്റാത്ത കുറെ ആൾക്കാരുണ്ടാവും സങ്കടത്തിൽ നമുക്കറിയാം. അതുകൊണ്ടാ എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എടുത്തോ എന്നാ മുളകാണ് എരിവേ വേണില്ല തിന്നോ ആടക്കാടക്കത്തേരാ. ഇതിപ്പോ കാണുമ്പോ കൊറേ ആക്കില്ലേ അമ്മി വായിനിപ്പോ വെള്ളം ഊറും. ഇതിക്കോ ഇതെന്താണ് സാധനം ചക്ക ഇത് ചക്ക പറയാലോ നീ ചക്ക ഇവളെ സ്ഥിരം എന്താണ് മോരുകറി വെറൈറ്റി സാധനം ഇറക്കിയിട്ടുണ്ട് ഓംപ്ലേറ്റ് പറയാണ്ട് വന്നിട്ട് ഇങ്ങനെ എന്നാ ഇല്ലാത്തതിൻ്റെ അകത്ത് ഇത് പപ്പടം ഞാൻ തന്നെ ഇരുന്ന് കഴിക്കല. എന്നാ തുടങ്ങട്ടെ. ഹലോ ഇവിടെ കിട്ടിയ മനസ്സിലേ കഴിയുമ്പോ ഇത് ഭയങ്കര മോനെ ഒന്നിട്ടാ എന്റെ പോയിന്റ് ഒന്ന് കാണിച്ചാ ഒന്ന് ഇടി. വരുന്നില്ല വരുന്നില്ല അതില്ല അല്ലേ. എന്നാല് ഓക്കെ എല്ലാരോടും ഓക്കെ ഒരു പോട്ടെ പറ. നീ അനങ്ങാണ്ടിരിക്കണേ നീ വന്നട്ടെ ചക്ക ആടെ നിറച്ചും ചക്കയാണ്.
ആടെ മടത്തിൽ കഞ്ഞിയായിരം തൊട്ടിട്ട് ഫുൾ ടൈം 3 നേരം ചക്ക നിന്ന് ആൾക്ക് ഈടാ നിന്നിട്ട് ചക്കാന്ന് പറഞ്ഞോണ്ട് ബാ അനീ പോവണേ നമുക്ക് എന്നാ അമ്മയോട് അങ്ങോട്ട് വരാൻ വേണ്ടി നീയും പറഞ്ഞേ പറഞ്ഞിട്ട് വന്നില്ല നീ ആടെ വന്ന് നിൽക്കാ പറയടാ. ഓ ഇങ്ങനെ നിന്നെ കണ്ടാ തന്നെ വരൂലേ. ഞാൻ വണ്ടിയിലുള്ള കുറെ സമയം ഞാൻ വണ്ടിയിൽ കാത്തു നിൽക്കുന്ന കേട്ടാ. മോനെ കൂട്ടണ്ട ആടുന്നോട്ട് വരണമെന്നാ പറയുന്നത് വരണ്ടെന്നാ പറയുന്നത്. കുറച്ച് ദിവസം കൂടി ഇങ്ങോട്ട് നിന്ന് നീ ബാങ്ക് കയറി ഡോറടക്ക് സായപ്പനെ നമുക്ക് വിടാം ഇങ്ങോട്ടേ കൂട്ടെ അമ്മമ്മേനെയും എല്ലാരും കൂട്ടാൻ വിടാം കേട്ടാ കേട്ടാ. കേട്ടാ വന്നു ഫുള്ള് റോഡിന്റെ പണി നടക്കുന്നതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ഇതാട്ടാ. റോഡ് ഫുള്ള് എല്ലാ സൈഡിലേക്കും ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മാപ്പ് നോക്കിയിട്ട് വരെ തെറ്റിപ്പോകുന്നു. രേഷ്മൻ്റെ വീട്ടിൽ പോയിട്ട് തിരിച്ചിരുന്ന സമയത്ത് പിന്നെ മയിലെത്തി. അവള് അടുത്തല്ലേ ചെറുത്തൂർ കണ്ണൂരിൽ നിന്ന് കുറച്ച് അടുത്തായതുകൊണ്ട് അങ്ങനെ കറങ്ങി പോകുമ്പോൾ അപ്പം മയിൽ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ് ബിജുവാട്ടിൻ്റെ വീട് ഇവിടെ മയിലാന്ന് കറങ്ങി. ഞാൻ ഇതുവരെ വന്നിട്ടില്ല ഇവരുടെ വീട്ടിൽ കുറേ പ്രാവശ്യം വീട്ടിൽ വന്നിന്. അത് കൂടാണ്ട് ഇവർ പാൽ കൊടുക്കലിന് വന്നിന്, കുട്ടീൻ്റെ പാൽ കൊടുക്കലിന് വന്നിന്. ഞാൻ ഇതുവരെ വന്നിട്ടുണ്ടായില്ല. അപ്പം ഞാൻ പറഞ്ഞ ഏതായാലും പോകുന്ന വഴിക്ക് നമുക്കൊന്ന് കയറാന്ന് പറഞ്ഞു. ആളുണ്ടാവോ ഇല്ലയോ ഒന്നും അറിയില്ലല്ലോ. അവരറിയിച്ചൊന്നും അറിയില്ല. അതാ ബിജുവാട്ടിനോട് ഉണ്ട്. വിജുവാട്ടിനോട് എത്തി കേട്ടോ നമ്മളെത്തുമ്പോഴേക്കണേ. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പൊ ഏതായാലും ഞാൻ മയിൽ വന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞിങ്ങനെ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് പറഞ്ഞ തന്നെ തൊട്ട് മുന്നേ ഞാനതൊന്ന് പറഞ്ഞിട്ടാ വന്നത്. മയിൽ എത്തിയാലും അങ്ങോട്ട് പോകുന്ന സമയത്തൊന്ന് വിചാരിച്ച് കയറിയിട്ട് വന്നു. പക്ഷെ അങ്ങ് പോയി ഓടൊക്കെ പോയി തിരിച്ചു വരുമ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റ് ആവും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഏതായാലും തിരിച്ചു വരുന്ന സമയത്ത് കയറാം. അതെ അതുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഞാൻ പക്ഷേ ഈട് ഇതുവരെ വരാൻ പറ്റില്ല. നമ്മൾ മട്ടന്നൂരിന്നായാലും എവിടെയും ആ പരിസരത്ത് വരുന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കലുണ്ട്. പക്ഷേ വീട്ടിലേക്ക് ഞാൻ ഇതുവരെയായിട്ട് വരാൻ പറ്റിയില്ല. അതിനുള്ള സാഹചര്യം ഒത്തു വന്നില്ല. ഇന്നാണത് വന്നത്. അപ്പോൾ പിന്നെ ഏതായാലും ഇങ്ങോട്ട് കയറാമെന്ന് വിചാരിച്ച് നമുക്കൊന്ന് വീട്ടിലൊന്ന് കാണട്ടെ. നിങ്ങളോ ഓൾറെഡി ഇനി ഞാൻ കാണിക്കേണ്ട കാര്യമില്ല, നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ ഒന്ന് കണ്ടിട്ട് വരട്ടെ. പാല് കൊടുക്കലിന് ഇയാളെ വരാൻ പറ്റിയില്ല. പേടിപ്പിക്കുന്നു. ഓ ഇവന് കൂട്ടുകാരനെ കിട്ടി. ഇന്നിങ്ങനെ അയച്ചോ നോക്കണ്ട. എന്റെ ഒന്നും ഫുള്ളൊന്നും ഉണ്ടാവില്ല, എല്ലാം കടിച്ചു പറിച്ച പോലെയാണ് അല്ലേ? അല്ലടാ ഇതല്ല എനിക്ക് ഇത് മണിയാട്ടൻ. ഇത് കാണുന്നവർക്ക് മണിയാട്ടൻ ഓർമ്മ വരും. ഇത് നമ്മളന്ന് വാങ്ങി. ഇത് നിങ്ങളിത് കണ്ടിട്ട് പഠനം എത്തിന് വീട്ടിലെത്തി സാധനം ഞാൻ മേടിച്ചു. ആ സാധനം എപ്പോഴും വാങ്ങി. ഇത് ആണെ വീട്ടിലുള്ള നമ്മളെ അതേപോലെ തന്നെ അല്ലേ? എനിക്ക് കിട്ടിയ അത്ര തന്നെ ഉണ്ടല്ലേ. 3 എണ്ണമല്ല വീട്ടില് ടോട്ടല്. ആമിക്ക് ആളെ കിട്ടി കേട്ടാ. ആമി അല്ല ആമീന്നാ പറയുന്നത്. ഞാനൊക്കെന്നെ മാറിപ്പോന്നടാ. എച്ചുവിന് കൂട്ടുകാരനൊക്കെ കിട്ടിയേ. എന്തോ ഗ്ലാസിന്റെ ഒച്ച കേൾക്കുന്നുണ്ട്. എനക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല. ഞാൻ അടുക്കളയെല്ലാം വരും, ഞാനെല്ലാം എടുക്കും. ഈടെ പിന്നെ ധൈര്യത്തിന് വരാം. എല്ലാ ദിവസവും ഇവർ ഇവിടുത്തെ എടുക്കുന്നതുകൊണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇത് ഫുൾ ടൈം ഇങ്ങനെ തട്ടട പോലെ ഇങ്ങനെ ഈ കല്ല് ഇടിയ ഇതിൽ ചൂടോട് കൂടിയിട്ടുള്ള സാധനങ്ങൾ കയ്യോടെ ലൈവ് ദോശ വാങ്ങിയടാ. ലൈവ് ദോശ എടുക്കട്ടെ. വേറെ സുഖം തന്നെ. ഞങ്ങളെ അടുക്കളയെല്ലാം വീഡിയോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാൻ ഇത് നനവെന്തോ തട്ടിയിട്ടുണ്ടല്ലേ? വെള്ളം ഈ സീലിങ്ങിന് ചെറുങ്ങനെ വെള്ളം തട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇവിടെ വെള്ളം ഇതാവോ അങ്ങനെ? ചോർന്നിട്ട് അങ്ങനെ. എന്താ പേര് യേശു? എന്തെങ്കിലും അൻവി എന്തെങ്കിലും സംസാരിക്കാറുണ്ടെങ്കിൽ പോയി സംസാരിച്ച.
കേട്ടാ അല്ല എൻവി എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടോ? വേഗം പറ. എടാ ആ എച്ചൂടാ അതാ അമ്മയുടെ വേറെ വാവേനെ എടുത്തിട്ടാ അതാ ഓനത് പിടിച്ചിട്ടില്ല പിടിക്കുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് ഇറങ്ങലായി. വന്നിട്ട് കുറച്ച് ചായം കുടിച്ച് ഒന്ന് ജസ്റ്റ് കുട്ടികളൊന്ന് കണ്ട് ഒന്ന് വീട്ടിലൊന്ന് കയറി ചായം കുടിച്ച് നമ്മളെന്നാ പോവാ എല്ലാവരോടും. നീ പിന്നെ പോട്ടറാ ആമി ഒന്ന് പോട്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഷൈക്കിൻ്റെ എടുത്തിട്ട് ഒരു പോന്നേല്ലേ ഒരു ഷൈക്കിൻ്റെ എടുത്തേ. ഓ റെഡിമേൻ്റെ അതെൻ്റെ ഓ ഒന്നും കൂടി കൊടുക്ക് മര്യാദയ്ക്ക് കൊടുക്ക് ആ അപ്പൊ എന്നാലേ അമ്മ ഓക്കെ കാണാം. അമ്മ നിങ്ങൾ ഇവിടെ തന്നെ അല്ലേ വരുന്നുണ്ടോ? ഓക്കെ എന്നാല് ഓക്കെ ചേട്ടാ ഓക്കെ മോനെ നീ അടുത്ത പ്രാവശ്യം വരുമ്പോ ഓക്കെ വരണേ. അപ്പൊ എന്തായാലും എല്ലാവരോടും